സുപ്രഭാതം. ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബുധനാഴ്ചയാണ്, കുചേല ദിനമാണ്. ബ്രഹ്മമുഹൂർത്ത പൂജയുടെ 16ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ പൂജയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ആദ്യമേ വാതിക്കലാണ് വിളക്ക് വെച്ചത്. വിളക്ക് വെച്ചതിന് ശേഷം ദീപപൂജ ചെയ്തു, പൂക്കൾ സമർപ്പിച്ചു. അതിനുശേഷം പൂജാമുറിയിൽ വന്ന് വിളക്കുകളെല്ലാം കൊളുത്തി. ഇന്ന് കുചേല ദിനമായതുകൊണ്ട് ലക്ഷ്മി ദേവിക്ക് പുറമെ വിഷ്ണു ഭഗവാനും ഇന്ന് നെയ്വിളക്കാണ് തെളിയിച്ചത്. അതിനുശേഷം ദീപപൂജ ചെയ്തു. ദീപപൂജ ചെയ്തതിന് ശേഷമാണ് ഗണപതി ഭഗവാനും ശിവഭഗവാനും അഭിഷേകങ്ങളെല്ലാം ചെയ്തു, അലങ്കാരങ്ങളെല്ലാം ചെയ്തു. ദീപധൂപ കർപ്പൂര ആരാധന നടത്തി, നൈവേദ്യം സമർപ്പിച്ചു, താമ്പൂലവും സമർപ്പിച്ചു. ബ്രഹ്മമുഹൂർത്ത പൂജ 5:15 മുമ്പായിട്ട് ചെയ്തു തീർത്തു. ഇന്ന് കുചേല ദിനമായതുകൊണ്ട് ഭഗവാന് അവൽക്കിഴി സമർപ്പണമാണ് ഏറ്റവും പ്രധാനം. ഭഗവാനെ കാണാൻ പോകുമ്പോഴത്തേക്കും കുചേലൻ അവൽക്കിഴിയുമായിട്ടാണ്, ഒരു പിടി അവലിൻ്റെ ഒരു കിഴിയുമായിട്ടാണ് പോകുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ കിഴി സമർപ്പിച്ച് കഴിഞ്ഞിട്ട് ഭഗവാനോടൊന്നും പ്രാർത്ഥിക്കരുത്. കുചേലൻ എത്ര ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിലും കുചേലൻ അവിടെ ചെന്നിട്ട് ഭഗവാനെ കാണുമ്പോഴത്തേക്ക് തനിക്ക് ഇന്നത് വേണമെന്നോ അല്ലെങ്കിൽ താനിങ്ങനെ കഷ്ടപ്പാടിലാണെന്നോ ഒന്നും ഭഗവാനോട് പറയുന്നില്ല. അവൽ കഴിച്ചതിന് ശേഷം ഭഗവാൻ അവരുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കണ്ട് ഭഗവാൻ അറിഞ്ഞ് അവരെ സഹായിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളും കിഴി സമർപ്പിക്കുമ്പോഴത്തേക്ക് ഭഗവാനോട് എനിക്ക് ഇന്നത് വേണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ മനസ്സൊരുക്കി ഭഗവാന് വേണ്ടിയിട്ട് കിഴി സമർപ്പിക്കുക മാത്രമാണ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ കിഴി സമർപ്പിക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ വെള്ളത്തുണി എടുത്തു. അതിൻ്റെ തന്നെ ചെറിയൊരു ചരടും, വെള്ളത്തുണിയുടെ തന്നെ ഒരു ഭാഗം കീറി അതുകൊണ്ട് തന്നെ ഒരു ചരടും എടുത്തു. ഒരു പിടി അവൽ എന്നാണ് പറയുന്നത്, പക്ഷേ ഞാനൊരു 3 പിടി അവലിട്ടിട്ടുണ്ട്. അവലിട്ടിട്ട് ചെറിയൊരു കിഴിയായിട്ട് നമ്മൾ കെട്ടി അത് ഭഗവാന് ഒരു തട്ടത്തിലോ ഒരു പാത്രത്തിലോ ഞാൻ നിവേദിക്കുകയാണ്. പിന്നീട് ഭഗവാന് ഒരു മാല കെട്ടി ചാർത്തി, തുളസിയിലയും ശംഖുപുഷ്പവും കൊണ്ടുള്ള ഒരു ചെറിയൊരു മാല അത് ഭഗവാന് ചാർത്തി. രാവിലെ ബ്രഹ്മമുഹൂർത്ത പൂജയുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കർപ്പൂര ആരതിയും നെയ്ദീപ ആരതിയും എല്ലാം ചെയ്തത് കാരണം സെപ്പറേറ്റായിട്ട് അവൽക്കിഴി സമർപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കർപ്പൂര ആരാധനയൊന്നും ചെയ്തില്ല. കിഴി സമർപ്പിച്ചു, ഭഗവാനൊരു മാല ചാർത്തി, പിന്നീട് നാമങ്ങളെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഞാൻ എൻ്റെ കുചേല ദിനം ആചരിച്ചത്. കിഴി ഞാൻ എന്നിട്ട് അവിടെ തന്നെ വെച്ചു. പൂജകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എടുത്തില്ല. വൈകുന്നേരവും വിളക്കൊക്കെ തെളിയിച്ചപ്പോഴത്തേക്കും കിഴി അവിടെ തന്നെ വെച്ചു. പിറ്റേ ദിവസം രാവിലെ ആണ് ഞാൻ കിഴി അവിടുന്ന് എടുത്തത്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം എന്താണ് ചെയ്യുന്നതെന്ന് വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നന്നായി എന്ന് ഒരു ഫ്രണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനെൻ്റെ മാക്സിമത്തിന് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയണം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.